ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നാളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമാണ്. അപ്പോൾ ഈ സീസണിലെ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരമാണ്. ഹൈദരാബാദ് എഫ്സിക്കെതിരെ അവരുടെ തട്ടകത്തിൽ വെച്ചാണ് മത്സരം. അപ്പോൾ നാളത്തെ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമല്ല. പക്ഷേ ചെറിയൊരു ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ 5ാം സ്ഥാനം തുടരണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു പോയിൻ്റേറ്റ് വേണം. ഇപ്പോൾ ചെന്നൈയിൻ എഫ് സി കഴിഞ്ഞ 3 മത്സരം വിജയിച്ച് അവരിപ്പോൾ പ്ലേ ഓഫും ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെട്ടതോടുകൂടി ഇനി അവർക്കൊരു മത്സരം കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ചെന്നൈയിൻ എഫ് സിക്ക്. അതിൽ വിജയിച്ചാൽ അവർക്ക് 30 പോയിൻ്റ് ആവും, നമുക്ക് 30 പോയിൻ്റ് ആവും. പിന്നെ ഹെഡ് ടു ഹെഡ് കണക്ക് നോക്കുകയാണെങ്കിൽ അവർ നമ്മളേറ്റൊരു മത്സരം സമനിലയും വിജയിക്കുകയും അവർക്കാണ് അപ്പോൾ ആ കണക്കിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അവർ 5ാം സ്ഥാനം നമ്മൾ 6ാം സ്ഥാനത്തേക്ക് ആവും. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വരും. നമുക്ക് 5ാം സ്ഥാനം തന്നെ ഉറപ്പിക്കണമെങ്കിൽ ഒരു സമനില അത്യാവശ്യമാണ് ഹൈദരാബാദ് എഫ് സിക്കെതിരെ. ഇപ്പം നിലവിൽ നമ്മുടെ ഫോം എല്ലാവർക്കും അറിയാം. എല്ലാ ടീമിനും നമ്മൾ പോയിന്റ് ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. പിന്നെ ഈ മത്സരത്തിൽ വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ എല്ലാവർക്കും അറിയാം അതേ ഫോറിൻ പ്ലേയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, 2 പ്ലേയേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ മത്സരത്തിൽ വരുമ്പോഴും അധികം ഫോറിൻ പ്ലേയേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് ആശാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പിന്നെ മറ്റൊരു സന്തോഷം നൽകുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഡ്രിയാൻ ലൂന ഈ മത്സരത്തിൽ കുറച്ച് സമയമെങ്കിലും സെക്കൻഡ് ഹാഫിന് ശേഷം ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട്. അത് ആശാൻ കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൂണയുടെ ഒരു തിരിച്ചു വരവ് നാളെ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ നാളെ അഡ്രിയാൻ ലൂണയുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ നാളെ ലൂണയുടെ തിരിച്ചുവരവ് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഹൈദരാബാദ് എഫ് സിക്കെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സിനായിരുന്നു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് 1-0 എന്ന സ്കോറിൽ. അന്ന് അഡ്രിയാൻ ലൂണയുടെ അസിസ്റ്റിൽ നിന്ന് മിലോസ് ഡ്രിഞ്ചിച്ച് ആയിരുന്നു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന അത്ര വലിയൊരു സ്കോഡൊന്നും നിലവിൽ ഹൈദരാബാദ് എഫ് സി ഇല്ല. അവരുടെ ഫുൾ ഇന്ത്യൻ പ്ലേയേഴ്സ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മത്സരമെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ വിജയിച്ച് പോകാൻ കഴിയണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്താ എല്ലാവർക്കും അറിയാം, പ്ലേ ഓഫിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും നിലവിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സിറ്റുവേഷൻ അറിയാം. ഇപ്പോൾ ഈ 2024 പിറന്നതിന് ശേഷം ആകെ 2 ജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടുള്ളത് 12-13 മത്സരത്തിനിടയിലായിട്ട്. ഇപ്പോൾ ലാസ്റ്റ് 5 മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് ഒരു ജയം പോലും ഇല്ല. അപ്പോൾ അത്രയും അവസ്ഥയിലാണ് ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയത്. അപ്പോൾ പ്ലേ ഓഫിലേക്ക് പോകുന്ന ഘട്ടത്തിൽ നാളെ ഹൈദരാബാദ് എഫ് സിക്കെതിരെയുള്ള മത്സരത്തിലൊന്ന് വിജയിച്ച് ഒരു പോസിറ്റീവ് എനർജിയോടെ ടീമെല്ലാം ഒരു പോസിറ്റീവ് വൈബോടെ ആ ഒരു വിജയത്തിൻ്റെ വഴിയിലൂടെ പ്ലേ ഓഫിലേക്ക് കടക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും നാളത്തെ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നാളത്തെ മത്സരത്തിൽ എങ്ങനെയുള്ള ലൈനപ്പ് ആവും എന്നുള്ളതൊന്നും ഗസ് ചെയ്യാൻ അറിയില്ല എങ്ങനെയായിരിക്കുമെന്ന്. എങ്ങനെയാലും കൂടുതൽ ഇന്ത്യൻ പ്ലേയേഴ്സ് തന്നെ അവസരം ലഭിക്കാത്ത ഇന്ത്യൻ പ്ലേയേഴ്സൊക്കെ തന്നെ ചാൻസ് കൊടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താവും എന്നുള്ളത് കണ്ട് തന്നെ അറിയാം. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാത്തവരേക്കും ബൈ.